ഹായ് ഗൈസ്, വെങ്കിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാം സെൻട്രലാണ്. 11:28 എൻ്റെ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ബ്രസൽസിലേക്ക്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ പറയുകയാണ് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനില്ല, നിങ്ങൾ റോട്ടർഡാമിൽ പോയിട്ട് അവിടുന്ന് മാറി കയറണം. ടിക്കറ്റൊക്കെ സെയിമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ തോന്നുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ട്രെയിനിന് വേണം കയറാം. നമ്മുടെ നാട്ടിൽ സൂപ്പർ ഫാസ്റ്റും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടെങ്കിലും ഇവിടെ എനിക്ക് വന്ന് നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ആ സ്ഥലത്തേക്ക് എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. നമ്മൾ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്താൽ സെക്കൻഡ് ക്ലാസ്സിലിരിക്കണം, ഫസ്റ്റ് ക്ലാസ് എടുത്താൽ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പോകണം. ആംസ്റ്റർഡാമിൽ നിന്ന് ബ്രസൽസിലേക്ക് ഞാൻ ഡയറക്റ്റ് ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. €26 ആയിരുന്നു കോസ്റ്റ്. പക്ഷേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ ആ ട്രെയിൻ ക്യാൻസൽ ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് ബ്രസൽസിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇപ്പോഴൊന്നും ഇല്ലതാണ്. പക്ഷെ ഇനിയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് റോട്ടർഡാമിലേക്ക് പോവുക, റോട്ടർഡാമിൽ നിന്ന് ട്രെയിൻ മാറി കയറുക, അങ്ങനെ ബ്രസൽസിലേക്ക് പോവുക. ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ, ആംസ്റ്റർഡാമിൽ നിന്ന് റോട്ടർഡാമിലേക്കുള്ള ട്രെയിൻ. അങ്ങനെ റോട്ടർഡാമിലെത്തിയിട്ട് അപ്പം തന്നെ വേറൊരു ട്രെയിനിലേക്ക് കിട്ടി. ആ ട്രെയിൻ എടുത്തിട്ട് നേരെ പോയി ബ്രസൽസിലേക്ക്. കണ്ടക്ടർ ടൂർ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നതിനെ കൊണ്ട് ഇതെനിക്കൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതുമാതിരിയുള്ള അൺഫോർസീൻ ഇൻസിഡൻസ് ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ടാക്കിൾ ചെയ്യാറുണ്ട്. ഈ ഡയറക്റ്റ് ട്രെയിൻ അല്ലാത്തതിനെ കൊണ്ടും ഈ റോട്ടർഡാമിൽ കുറച്ച് ഡേ ഓവർ ഉള്ളതിനെ കൊണ്ടും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ബ്രസൽസിലെത്തിയത്. ബ്രസൽസിലെ സിറ്റി സെൻറ്റർ തന്നെയാണ് ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡെൻസാർട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഡയറക്റ്റ് ട്രെയിൻ ആണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞൊരു ഏർലി ചെക്കിന് ആവശ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രെയിന് ഡിലേ ആയതുകൊണ്ട് ചെക്ക് ഇൻ ടൈമിൽ തന്നെയാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. ആ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ബ്രസൽസിൻ്റെ ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എക്സാക്ട് സിറ്റി സെൻറ്ററിലാണ് താമസിക്കുന്നത്. ഹോട്ടല് എനിക്ക് അലോട്ട് ചെയ്ത റൂം 601 ആണ്. ലിഫ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ 5th ഫ്ലോർ വരെ ലിഫ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലോർ നമ്മൾ നടന്നു കയറണം. വലിയ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് അധികം ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായില്ല. അത് മാത്രമല്ല ഈ ഫ്ലോറിൽ ആകെ ഒരു റൂം മാത്രമേ ഉള്ളൂതാണ്. ഇതാണ് നമ്മുടെ റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. 2 ബെഡ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബെഡേ ആവശ്യമുള്ളൂ. ഇനി അടുത്ത 2 നൈറ്റ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഇവിടെയാണ്. ഇതിൻ്റെ കോസ്റ്റ് €208 ആണ് 2 നൈറ്റിന്, വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. അറ്റാച്ച്ഡ് ബാത്റൂം ആയിരുന്നു. മാത്രമല്ല അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഈ റൂം ഏറ്റവും മേലെ ആയതുകൊണ്ട് ഇതിൻ്റെ റൂഫിൻ്റെ മേലേക്ക് ഒരുപാട് വിൻഡോസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ലൈറ്റ് അകത്തേക്ക് വരുമായിരുന്നു. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസ് ആയിരുന്നു കേട്ടോ. പക്ഷെ വിൻഡോസ് ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് വരുമായിരുന്നു. അതുകൊണ്ട് അധികം നേരം ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്തില്ല. പെട്ടെന്ന് തന്നെ വിൻഡോസൊക്കെ ഞാൻ ക്ലോസ് ചെയ്തത് ബ്രസൽസിലെ കാഴ്ചകൾ കാണാൻ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടലിനോട് ചേർന്നിട്ടുള്ളൊരു ടാറ്റൂ ഷോപ്പാണ് ഇട്ടത്. ഈ ടാറ്റൂ ഒക്കെ കാണുമ്പോഴല്ലോ എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. ടാറ്റൂ മാത്രമല്ല കേട്ടോ, ബോഡി പിയേഴ്സിംഗ് അവിടെ ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ കുത്തണം അവിടെയൊക്കെ അവർ കുത്തിത്തരും. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് നേരെ മുമ്പിൽ കാണുന്ന ബിൽഡിംഗാണിത്. ഇത് ബ്രസൽസിലത്തെ ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ബ്രസൽസിലെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ക്വയർ ആണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫ്രണ്ട്. 1867-ൻ്റെയും 1871-ൻ്റെ ഇടയിലാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ടാണ് കേട്ടോ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരുപാട് നല്ല കൊത്തുപണികളുണ്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഒരുപാട് സ്റ്റാച്യൂസും ഉണ്ട്. ഈ സ്റ്റാച്യൂസിനൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഇതിന് മുമ്പിലുള്ള ലോങ് റൗണ്ട് ഹ്യൂജ് പില്ലേഴ്സ് ഉണ്ടല്ലോ, ആ ബിൽഡിങ്ങിൻ്റെ ആദ്യത്തുള്ളൊരു ബിൽഡിംഗ് ആക്കി മാറ്റിയിട്ട്. ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് കഥ പറയുന്നുണ്ട്. ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഈ സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ അണ്ടർഗ്രൗണ്ടിൽ ഒരു മെട്രോ ഉണ്ട്. ബ്രസൽസ് ടൗണിലേക്ക് വരാൻ ഏറ്റവും ഈസി ആയിട്ട് ഈ മെട്രോനെ ആശ്രയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആംസ്റ്റർഡാമിലെ പോലെ 24 hours അല്ല കേട്ടോ ഇവിടുത്തെ മെട്രോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് അത് എക്സ്പയർ ആവും. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫുൾ ഡേ ടിക്കറ്റ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ സിംഗിൾ റൈഡ് ടിക്കറ്റ് എടുത്താൽ മതി. ബെൽജിയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രണ്ടാമത് ഓർമ്മ വരുന്നത് എന്താ പറയുക, വാഫിൾസ് ആണ്. ബെൽജിയം വാഫിൾസ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വാഫിൾസ് ഇൻ ദ വേൾഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഫിൾസ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് വാഫിൾ സ്റ്റോഴ്സും. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആകെ 2 നൈറ്റ് മാത്രമേ ഞാൻ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് വാഫിൾസ്, ഏറ്റവും നല്ല റിവ്യൂ ഉള്ള വാഫിൾസ് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ നെറ്റിൽ ഒരുപാട് റിവ്യൂസ് തപ്പി.
ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഫോളോ ചെയ്യുന്ന വാണ്ടറിങ് ഫുഡി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട്. അദ്ദേഹവും സജസ്റ്റ് ചെയ്തത് ഈ വാഫിൾസ് ഫാക്ടറിയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല, നേരെ അവിടെ പോയി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഭാര്യയും മക്കളുമാണ് ഈ വാഫിൾസിൻ്റെ വലിയ ഫാൻസ്. എനിക്ക് ഈ വാഫിൾസിനെ പറ്റി വലിയ അധികമൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കൗണ്ടറിൽ പോയി നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് ഓർഡറിങ് കിയോസ്ക് പോയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. €5.90 ആണ് ഞാൻ ഓർഡർ ചെയ്ത വാഫിളിൻ്റെ കോസ്റ്റ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിയോസ്ക് തന്നെ നമുക്ക് ടോക്കൺ കിട്ടും. എനിക്ക് കിട്ടിയത് 18 നമ്പർ ടോക്കൺ ആയിരുന്നു. വിത്തിൻ മിനിറ്റ്സ് വാഫിൾസ് റെഡി ആയിട്ടോ. ഫ്രഷായിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കുന്ന വാഫിൾസ് ആണ്. മാത്രമല്ല നല്ല ചൂടുണ്ടായിരുന്നു വാഫിൾസിന്. ആൻഡ് ഇറ്റ് ഈസ് ടൈം ഫോർ us to enjoy the waffle. ഈ വാഫിൾ ഫാക്ടറി മാത്രമൊന്നുമല്ല കേട്ടോ, അവിടെ ഒരുപാട് വാഫിൾസിൻ്റെ സ്റ്റോർസ് ഉണ്ട്. അതേമാതിരിയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാഫിൾസ്, ഡിഫറെൻറ്റ് ടോപ്പിങ്സ്, ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ്, അതേപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിങ്സ് ഉള്ള വാഫിൾസ് അവിടെ കിട്ടാറുണ്ട്. നേരത്തെ നമ്മൾ ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ക്വയർ കണ്ടപ്പോൾ പറഞ്ഞു ഇതാണ് ബ്രസൽസിലെ രണ്ടാമത്തെ വലിയ സ്ക്വയർ എന്ന്. അപ്പോൾ ഒന്നാമത്തെ വലിയ സ്ക്വയർ ഏതാണ്? ഇതാണ് ബ്രസൽസിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ബിഗസ്റ്റ് സ്ക്വയർ ഇൻ ബ്രസൽസ്. ഈ സ്ക്വയറിൻ്റെ പേരാണ് ദി ഗ്രാൻഡ് സ്ക്വയർ. സാധാരണ യൂറോപ്യൻ സിറ്റീസിനെ പോലെ വലിയൊരു സിറ്റിയല്ല ബ്രസൽസ്. ബ്രസൽസിലെ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് നിങ്ങൾക്ക് നടന്ന് കാണാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രസൽസിൽ മെട്രോ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. വൺ ഡേ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, സിംഗിൾ റൈഡ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ബ്രസൽസ് ടൗണിലേക്ക് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബ്രസൽസ് ടൗണിലേക്ക് വരുന്ന ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഗ്രാൻഡ് സ്ക്വയറിലാണ്. സാധാരണ സ്ക്വയർ പോലെയല്ല ഇത്. ഇതിൻ്റെ 4 സൈഡും ബിൽഡിങ്സ് ആണ്. ബ്രസൽസിൽ വന്നൊരു വിസിറ്റർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ക്വയറാണ് ഇത്. അതുകൊണ്ടാണ് ഇത് ബ്രസൽസിലെ മോസ്റ്റ് വിസിറ്റഡ് സ്ക്വയറായി മാറിയത്. ഞാൻ ഈ ഗ്രാൻഡ് സ്ക്വയർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശരിയായ പേര് ഗ്രാൻഡ് പ്ലേസ് എന്നാണ് കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പണി ഏകദേശം സ്റ്റാർട്ട് ചെയ്തത് 11-ാം നൂറ്റാണ്ടിലാണ്. അത് ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരുന്നു കേട്ടോ. 1695 9 Years വാർ നടന്നല്ലോ. ആ സമയത്ത് ഫ്രഞ്ച് ട്രൂപ്പ് ഉണ്ടല്ലോ, അവർ ഈ സ്ക്വയർ ഫുള്ളായിട്ട് ബോംബിട്ട് തകർത്തു. ടൗൺ ഹാളിൻ്റെ ചെറിയ 1-2 ടവർ ഒഴികെ ബാക്കി എല്ലാ ബിൽഡിങ്ങും ഒരു തകർത്ത് കളഞ്ഞു. ഈ ചുറ്റും കാണുന്ന ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന് ശേഷം പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ബ്രസൽസിലെ ഈ സ്ക്വയർ ഉണ്ടല്ലോ, ഇത് വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ക്വയർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് 1988 ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ബ്രസൽസിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ നോക്കണം. ഓഗസ്റ്റ് മാസങ്ങളിൽ 1.5 വർഷങ്ങളിൽ ഇവിടെ വലിയൊരു പൂക്കളൊരുക്കും. അതായത് ഈ സ്ക്വയർ ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിൽ പൂടില്ലേ, അതുപോലെ ഇവിടെ പൂടും. അതിൻ്റെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാവും കേട്ടോ ബ്രസൽസിൽ. ആ ഓഗസ്റ്റ് സമയത്ത് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ല ആളും ഉണ്ടാവും. ആ സമയത്ത് ഹോട്ടലിനൊക്കെ നല്ല ചാർജും ഉണ്ടാവും കേട്ടോ. ഇത്രയും വലിയൊരു ഗ്രാൻഡ് പ്ലേസിനെ വെറും 2 വാക്കിൽ ഒതുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്രയും കൂടി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഈ ഗ്രാൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ഈ ഗ്രാൻഡ് പ്ലേസ് ആവുന്നതിന് മുമ്പേ ഇതൊരു വലിയൊരു മാർക്കറ്റായിരുന്നു. ബ്രെഡ്, മീറ്റ്, വസ്ത്രങ്ങൾ ഇതൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു മാർക്കറ്റായിരുന്നു. ഇതിൻ്റെ നീളം 110 മീറ്ററാണ്. അതേപോലെ തന്നെ വീതി 60 മീറ്ററും. ഇതിൻ്റെ നിലം നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ലോക്കൽ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ നിലം. പിന്നെ ഇവിടുത്തെ മെയിൻ ബിൽഡിങ് ഒന്ന് ടൗൺ സ്ക്വയർ ആണ്,
ഒന്ന് കിങ്സ് ഹൗസ് ആണ്. ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. ഓൺലി പെഡസ്ട്രിയൻസ് ക്യാൻ വാക്ക് ത്രൂ ദിസ് സ്ക്വയർ. ഈ സ്ക്വയറിൽ ചില ചിത്രകാരന്മാരുണ്ടല്ലോ, അവർ ലൈവായിട്ട് ചിത്രം വരയ്ക്കുന്നു. ആ തൊപ്പിയിട്ട് ചുവപ്പ് സ്വെറ്റർ ഇട്ട് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടോ? ഇയാളെ പെയിന്റിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇയാളുടെ പെയിന്റിംഗ് ഒക്കെ നോക്കി, ഇയാളെങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നതൊക്കെ നോക്കി, ഇയാളുടെ തന്നെ കുറേ നേരം ഇരുന്നു. ഇയാളുടെ മുന്നിലത്തെ ബിൽഡിങ് നോക്കിയിട്ട് അതുപോലെ വരയ്ക്കുകയാണ് കേട്ടോ. കളറിലും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഉണ്ട്. ഒരുവിധം എല്ലാ യൂറോപ്യൻ സിറ്റീസിൽ പോയി കഴിഞ്ഞാലും ഇതുപോലെ പെയിന്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഈ വഴിയോരത്ത് കാണാൻ പറ്റും. യു എസിലെ ന്യൂയോർക്ക് വിസിറ്റ് ചെയ്തപ്പം ഞാൻ ഇതേമാതിരത്തെ ഒരുപാട് പെയിന്റേഴ്സിനെ സ്ട്രീറ്റിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അധികവും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുന്ന് പെയിന്റേഴ്സ് പെയിന്റ് ചെയ്യാറില്ല, അവർ ആ പെയിന്റിങ്ങിന്റെ എക്സിബിഷൻസ് അവിടെ വെക്കാറാണ് പതിവ്. അവര് പെയിന്റ് ചെയ്ത പെയിന്റിങ്സ് തന്നെ ആയിരിക്കും കേട്ടോ അത്. പിന്നെ കാണാൻ പറ്റുന്നത് ലൈവായിട്ട് ചിത്രം വരക്കുന്ന ചില ആർട്ടിസ്റ്റിനെയാണ്. ആ ചിത്രം വരയ്ക്കുന്നത് മോസ്റ്റ്ലി അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ചിത്രങ്ങളായിരിക്കും. ഒന്നെങ്കിൽ അത് കാർട്ടൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ആയിരിക്കാം. പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ ബിൽഡിങ്ങിനെ അതുപോലെ വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ലോകത്ത് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇയാൾ വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇയാൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സീസണിലും ഈ സ്ക്വയറിന് ഓരോ ലുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ പൂവിടും. ആ പൂവിടുമ്പോൾ എങ്ങനെയാണ് ഈ സ്ക്വയർ ഉണ്ടാവുക, അതും ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് കളക്ഷൻസിലുണ്ട് കേട്ടോ. ഈ കളക്ഷൻസ് ഇവിടെ കാണുന്നില്ലേ, ഇതൊക്കെയാണ് ഇദ്ദേഹം പെയിൻറ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ്. ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ടൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു എല്ലാ പെയിൻറ്റും ഇയാൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ചില പെയിൻറ്റുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇത്രയും ഭംഗി. ഈ പെയിൻറ്റിങ് പല സൈസിലുണ്ട്, പല സൈസിനും പല പൈസയാണ്. എനിക്കും ആഗ്രഹം തോന്നി ഒരു പെയിൻറ്റിങ് വാങ്ങാൻ വേണ്ടിയിട്ട്. I want that. You like Sorry about it. I want the 3 for 30, right? yeah. I'll take this one. This two. This Put in the bags and see. Is there any it will spread of paint or nothing? Paint? Yeah. No problem. No. Thank you. Thank you. Gracias. അങ്ങനെ അയാളുടെ അസാധ്യമായിട്ടുള്ള പെയിൻറ്റിങ് കിട്ടുക പറഞ്ഞാൽ വിശ്വസിക്കൂല, അത്രയും ഭംഗിയാണ്. ഫോട്ടോ എടുത്ത പോലെയുണ്ട്. ഞാനിങ്ങനെ കാണുന്നുണ്ടല്ലോ ഇയാൾ പെയിൻറ് ചെയ്യുന്ന അവിടുത്തെ ബിൽഡിങ്ങും ഒരു വ്യത്യാസമില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അയാൾ പെയിൻറ് ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അങ്ങനെ ഞാനും വാങ്ങിയ അടുത്തിന് 3 പെയിൻറ്റിങ്ങിന് 30 യൂറോ. വാഫിൾസ് കഴിച്ചതിനെ കൊണ്ട് വലിയ വിഷമൊന്നുമില്ല, എന്നാലും രാത്രി എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങിയിട്ടുള്ളത്. ദുബായിൽ കിട്ടുന്ന പോലെ ഷവർമ ഉണ്ടല്ലോ, അതുപോലെ എന്തെങ്കിലും നല്ലൊരു റാപ്പാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതി ലൈറ്റായിട്ട്. ഈ റെസ്റ്റോറൻറ്റിൽ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനത്തെ റാപ്പ് വാങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു റാപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട്. ചിക്കൻ മിൻസ്ഡ് പേപ്പർ റോളാണ് ആദ്യം ഓർഡർ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ തണുപ്പാണ്, എൻ്റെ തൊണ്ട പോയി കിടക്കുകയാണ്. ചൂടുള്ള എന്താണെന്ന് വെച്ചിട്ടാകുമ്പോൾ ടോം കക്കായ് സൂപ്പ് തോന്നും. ഇത് എന്താണെന്നറിയില്ല, മഷ്റൂമും ജിഞ്ചറൊക്കെ ഉണ്ട്. എന്തായാലും ചൂടാണല്ലോ. സംഭവം ഇതാണ്, കാണാൻ ഭംഗിയുണ്ട്.
ചൂടുള്ളതുകൊണ്ട് കുടിക്കാൻ നല്ല സുഖമുണ്ട്. ടേസ്റ്റ് മോശം രസമുണ്ടോ? അബദ്ധമായിട്ടില്ല.